വാർത്തയിലേക്ക് വിശദമായി വന്നാൽ മഞ്ഞുമ്മൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് ക്രൈംബ്രാഞ്ച്. നിർമ്മാതാക്കൾക്കെതിരെ ഗുരുതര കണ്ടെത്തലുകളാണുള്ളത്. സിനിമയുടെ നിർമ്മാണത്തിനായി പ്രതികൾ പണം മുടക്കിയില്ല, വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടെ തട്ടിപ്പ് നടത്തി. 1000 പേജുള്ള കുറ്റപത്രം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് സമർപ്പിച്ചത്. നടൻ സൗബിൻ ഷാഹിർ, പിതാവ് ബാബു ഷാഹിർ എന്നിവരുൾപ്പെടെ പ്രതികളാണ്. നവമി ദിനേശുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. നവമി, കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എന്തൊക്കെയാണ് കുറ്റപത്രത്തിൽ പറയുന്നത്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രേണിക, സിനിമയുടെ നിർമ്മാണത്തിനായി പ്രതികൾ പണം മുടക്കിയിട്ടില്ല എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. പ്രതികൾ വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് തട്ടിപ്പ് നടത്തിയതെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ഈ 1000 പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ 3 പ്രതികളാണുള്ളത്. നടൻ സൗബിൻ ഷാഹിർ, സൗബിന്റെ പിതാവ് ബാബു ഷാഹിർ, ഒപ്പം ഷോൺ ആന്റണി, ഒരു സുഹൃത്തായ ഷോൺ ആന്റണി എന്നിവരെയാണ് പ്രതികളായി ഇപ്പോൾ കുറ്റപത്രത്തിലുള്ളത്. ഈ പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. സിനിമയുടെ ലാഭത്തിന്റെ 40% നൽകാമെന്ന് കാണിച്ചാണ് ഈ പ്രതികൾ 7 കോടി രൂപ അരൂർ സ്വദേശിയിൽ നിന്നും തട്ടിയെടുത്തത് എന്നായിരുന്നു ആ പരാതിയെ തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലും അന്വേഷണത്തിലും ഒടുവിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക്, ഇങ്ങനെ ഒരു കണ്ടെത്തലിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രേണുക, നമുക്കറിയാം മഞ്ഞുമ്മൽ ബോയ്സ് ആണ് 200 കോടി ക്ലബിൽ കയറിയ ചിത്രം എന്ന വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടൊരു സിനിമ കൂടിയായിരുന്നു. പക്ഷേ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലിൽ പറയുന്നത് ഈ ചിത്രത്തിന് അത്രയും തുക ലഭ്യമായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇതിന് പിന്നിൽ ഒരു കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്നൊരു സംശയം കൂടിയാണ് അന്വേഷണ സംഘം വെളിപ്പെടുത്തിക്കുന്നത്. അതായത് ഈ കോടി ക്ലബ്ബുകൾ കയറി എന്ന് പറയുന്ന ഈ ചിത്രത്തിന് അത്രയും പോലും വരുമാനം കിട്ടിയിരുന്നില്ല. കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ടാണ് ചിത്രം വലിയ പ്രചാരണം നേടിയിരുന്നു. വലിയ 200 കോടി ക്ലബിൽ കയറി എന്നൊക്കെയായിരുന്നു പ്രചാരണം. പക്ഷെ അത് തെറ്റാണെന്ന് കൂടിയാണ് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിൽ പറയുന്നത്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ പോലും ചിത്രങ്ങൾ അധികം ആരും കാണാതെ പ്രദർശിപ്പിക്കുകയും പക്ഷെ ഹൗസ്ഫുൾ എന്ന് പലയിടങ്ങളിലും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെയൊക്കെ പിന്നിൽ കള്ളപ്പണം വെളുപ്പിക്കലാണ് എന്നൊരു നിഗമനം കൂടിയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇവർ പറയുന്ന തരത്തിലുള്ള കളക്ഷൻ ഈ സിനിമയ്ക്ക് നിന്നും കിട്ടിയിട്ടില്ല. ഇത് വെറും ഇതിന്റെ അണിയർ പ്രവർത്തകർ മെനഞ്ഞുണ്ടാക്കിയ കഥയാണ് എന്ന് കൂടിയാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ നിർമ്മാതാക്കൾ ഈ ചിത്രത്തിനായി പണം മുടക്കിയിട്ടില്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിൽ പറയുന്നത്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ് ഈ കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം ഈ കോടി ക്ലബ്ബുകളിൽ കയറുന്ന സിനിമകൾ, അതിന്റെ പിന്നിലുള്ള തട്ടിപ്പുകൾ, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയവയിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നതാണ് ഇപ്പോൾ 1000 പേജുള്ള ഈ കുറ്റപത്രം. എന്തായാലും വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ് ഇതിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.